അമ്മ ഇന്നലെ രാവിലെ വിളിച്ചിട്ടാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ വരണം എന്ന് പറഞ്ഞു. വന്നു. ഇനി ബാക്കി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ തീരുമാനിക്കട്ടെ. മലപ്പുറം മഞ്ചേരി നഗരസഭയിലെ 6-ാം വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന UDFന്റെ സ്ഥാനാർത്ഥി PNA രശ്മിക പ്രഭ അവര് സ്ഥാനാർത്ഥി പ്രചരണം ഒക്കെ തുടങ്ങിയതാണ്. അവരുടെ ഫ്ലക്സ് ബോർഡുകളൊക്കെ വാർഡിൽ എല്ലായിടത്തും വെച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന് മനസ്സിലാകുന്നത്. കഴിഞ്ഞ കുറേയേറെ നാളുകളായി കുറേയേറെ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവരാണ്. കഴിഞ്ഞ തവണയൊക്കെ വോട്ട് ചെയ്തവരാണ്. ഇത്തവണ അവരുടെ കുടുംബത്തിലെ പല അംഗങ്ങളുടെയും വോട്ടുകൾ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. സ്ഥാനാർത്ഥിയായി പ്രചരണം നടത്തുന്നതിനിടെയാണ് ഇക്കാര്യം അറിയുന്നത് എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ ഇനി എന്ത് ചെയ്യുമെന്നുള്ളതാണ് ചോദ്യം ഉയരുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥി തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നതാണ്. അതെ അതെ, വർഷങ്ങളായിട്ട് താമസിക്കുന്നതാണ്. പിന്നെ കഴിഞ്ഞ തവണയും വോട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇതിലാണ് ഇപ്പൊ വോട്ടിന്റെ ഇതില് പട്ടികയിലില്ല. ഈ സമീപത്തിലുള്ള ആളുകളുടെയൊക്കെ വോട്ടുകളിൽ പുറത്തൊക്കെ ഉണ്ട്. പുറത്തൊക്കെ എല്ലാവരും ഉണ്ട്. വീട്ടിൽ വേറെ ആരൊക്കെയാണ്? വേറെ എന്റെ മമ്മി, ഹസ്ബൻഡ്, ഞങ്ങള് മൂന്നാളുടെ വോട്ട് ഞങ്ങളെ കുടുംബത്തിൽ. ഇപ്പം പാർട്ടി പ്രവർത്തകരൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾ പ്രചരണമൊക്കെ തുടങ്ങി വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. എന്താണ് ആക്ച്വലി സംഭവിച്ച് ഒരു ഇയറിംഗ് നോട്ടീസ് പോലും ഇല്ലാതെ ഈ വീട്ടിൽ ജനിച്ച് വളർന്നവരാണ് ഇവർ, അമ്മയും മകളും. ഇവർക്ക് ഈ വോട്ടില്ലാതെ വരുന്ന ഒരു ഇയറിംഗ് നോട്ടീസ് പോലും ഇവർക്ക് ലഭിച്ചിട്ടില്ല. ഇത് നമ്മുടെ സംവിധാനത്തിന്റെ പരാജയമാണ്. കുഴപ്പമില്ല, ഞങ്ങൾ എന്താ വെച്ചാൽ അമ്മയോടൊപ്പം മകള് ഈ വാർഡിലെ നല്ലവരായ വോട്ടർമാരിലേക്ക് ഇറങ്ങുകയാണ്. അത് വോട്ടർമാർ തീരുമാനിക്കട്ടെ. ഈ അവസ്ഥ ഇവർക്ക് വന്ന ഈ അവസ്ഥ നമ്മുടെ വോട്ടർമാർ തീരുമാനിക്കട്ടെ. അവർ തീരുമാനിച്ച് വിധി എഴുതട്ടെ. അത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇതിന് എങ്ങനെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യത? നിയമപരമായിട്ട് തന്നെ പാർട്ടി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവര് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു നോട്ടീസ് പോലും നൽകാതെ തന്നെയാണ് ഈ വോട്ട് തള്ളിയിട്ടുള്ളത്. ഉദ്യോഗസ്ഥന്മാരടുത്ത് വെച്ച ഏറ്റവും വലിയൊരു വീഴ്ച തന്നെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ പാർട്ടി നിയമപരമായിട്ടുള്ള കളക്ടർക്കും ഹൈക്കോടതി ഒക്കെ മുഖാന്തരം പരാതികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ മറ്റൊക്കെ ഉദ്യോഗസ്ഥർ സമീപിച്ചിരുന്നപ്പോൾ നമ്മൾ വിവരാവകാശ വഴിയുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ നമുക്ക് ഈ 21-ാം തീയതി പറയുന്ന ഡെഡ് ലൈനിൽ നമുക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട സമയമാണ്. അപ്പം നമുക്ക് പ്രത്യേകിച്ചും ഒരു സ്ഥാനാർത്ഥിയെ വെക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല. ബാക്കി നിയമവഴികളെല്ലാം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ പഞ്ചായത്തിലെ ഹിയറിംഗുമായി ബന്ധപ്പെട്ടൊന്നും ഒരു അറിയിപ്പും ഇവർക്ക് കിട്ടിയിട്ടില്ല. അത് ചോദിക്കാം. ഈ വോട്ട് തള്ളുന്നതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും കിട്ടിയില്ല? ഇല്ല, ഒരു അറിയിപ്പും ഉണ്ടായിട്ടില്ല. ഇതിപ്പോ നമ്മൾ നോക്കുമ്പോഴാണ് അറിയുന്നത്. 14-ാം തീയതിയിലെ അന്തിമ വോട്ടർ പട്ടികയിലാണ് അവരില്ലാത്തത്. 14-ാം തീയതി പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ, അതായത് 4 ദിവസം മുൻപ് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിലാണ് അവരില്ലാത്തത്. ആ സമയത്താണ് നമ്മൾ അറിയുന്നത്. സ്വാഭാവികമായിട്ടും 40-45 വർഷമായിട്ട് ഇവിടെ ജനിച്ച് വോട്ട് ചെയ്തു വന്നിരുന്ന ആള് പ്രത്യേകമായിട്ട് അന്തിമ വോട്ടർ പട്ടികയിൽ മറ്റുള്ളതിലെല്ലാം ഉണ്ടായിരിക്കാം. ഇതിൽ ഇല്ലാതെ ആവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ കഴിയില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. ഏതായാലും പ്രചരണം അവസാനിച്ചു. പത്രിക കൊടുക്കാനുള്ള സമയം ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ സ്ഥാനാർത്ഥിയുടെ പേരില്ല എന്ന് പറയുമ്പോൾ അത് പാർട്ടിക്കും അല്ലെങ്കിൽ പ്രവർത്തകർക്കൊക്കെ വലിയ ഒരു ആഘാതം ഉണ്ടാക്കുന്നതാണ്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ മറ്റൊരു ഫോർമുലയിലേക്ക് പാർട്ടി എത്തുന്നത്, അവരുടെ മകളെ തന്നെ മത്സരരംഗത്തേക്ക് ഇറക്കുക എന്നുള്ളത്. പേരെന്താണ്? സ്നേഹ. അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരു മത്സരരംഗത്തേക്ക് എന്ത് തോന്നുന്നു? അതെ, പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ഇങ്ങനെ ഒരു കാര്യം വന്നത്. അപ്പം അമ്മ ഇന്നലെ രാവിലെ വിളിച്ചിട്ടാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ വരണം എന്ന് പറഞ്ഞു. വന്നു. ഇനി ബാക്കി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ തീരുമാനിക്കട്ടെ. അമ്മ തുടങ്ങി വെച്ചതാണല്ലോ, അപ്പൊ ബാക്കി ജനങ്ങൾ തീരുമാനിക്കട്ടെ. എല്ലാം ജനങ്ങളെ കയ്യിലാണല്ലോ. ഈ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാണല്ലേ? അതെ അതെ, അമ്മയും കൂടെ ഉണ്ട്. അപ്പം ഏതായാലും ഈ പുതിയ സ്ഥാനാർത്ഥി എന്ന് പറയാൻ പറ്റില്ല, ഈ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നത് തന്നെയാണല്ലോ? സ്വീകരിക്കുന്നത് തന്നെയാണ് ഞങ്ങളെ വിശ്വാസം. ഞങ്ങള് ഇതിന്റെ മുൻപ് സ്വീകരിച്ച ഒരു പ്രമുഖ വാർഡിന്റെ ഒരു ഏരിയയിലാണ് ഇവർ മത്സരിക്കുന്നത്. ഇത് ഇപ്പോൾ ഒരു മറ്റു വാർഡിൽ നിന്ന് വന്ന ഭാഗമാണ്. അപ്പം ഞങ്ങളെ മുൻ വാർഡ് ഞങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരും സ്വീകരിക്കും. അതായത് അമ്മയോട് കൂടെ അമ്മയുടെ മോളെ സ്വീകരിക്കും എന്നുള്ളതിനെ ഞങ്ങൾ വിശ്വസിക്കും. ഏതായാലും അപ്രതീക്ഷിതമായൊരു ട്വിസ്റ്റാണ് ഈ വാർഡിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അമ്മയാണ് മത്സരരംഗത്തേക്ക് വരേണ്ടിയിരുന്നത്. അമ്മയുടെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലാതെ വന്നതോടെ അപ്രതീക്ഷിതമായി മകൾ മത്സരരംഗത്തേക്ക് വരികയാണ്. രണ്ടുപേരെയും ഇരുകൈ നീട്ടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് പ്രവർത്തകർ വിശ്വസിക്കുന്നത്. അനുരൂപ് ചിക്കോടിനൊപ്പം ജംഷീർ കുടിഞ്ഞി, മീഡിയ 1, മലപ്പുറം.